വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഒരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ, തിരുവൈരാണിക്കുളത്തേക്ക്. 6 മണിക്ക് പോയതാണ്. 7 മണിയായിട്ടോ വീട്ടിൽ തിരിച്ചെത്താനായിട്ട്. അമ്മാമ്മയും അതുപോലെ തന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മാമ്മ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ട്രാവലിങ്ങിനാണ് നമുക്ക് കുറേ സമയം പോയിട്ടുള്ളത്, അല്ലാതെ അവിടെ തൊഴാനായിട്ട് പ്രത്യേകിച്ച് നേരമൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ വേഗം പോയിട്ടുണ്ട് കേട്ടോ. വന്നോണം വന്ന് എൻ്റെ ഫേസും മുടിയൊക്കെ നോക്കാണ് കേട്ടോ. ഈ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ മുടി ആകെ ഒരു ജാതി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ. ബനാറസ് കുറേ നാളായിട്ട് ഞങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അവിടെ പോയപ്പോൾ അത്യാവശ്യം പൈസ കുറവ് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ 2 മോഡൽ വാങ്ങി, പിന്നെ ഒരു മണ്ണിൻ്റെ കപ്പും, പിന്നെ ആ ഒരു ക്യൂട്ട് പക്ഷിക്കുട്ടീനെ വാങ്ങി. പിന്നെ കുറച്ച് പാത്രങ്ങളും വാങ്ങി കേട്ടോ. പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. 30, 20, 10 അങ്ങനെയാണ് കേട്ടോ. പിന്നെ കമ്മലുകൾ ഞങ്ങളുടെ വീക്ക്നെസ് ആയതുകൊണ്ട് കമ്മലുകളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് ക്ലിപ്പ് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ, അവൾ ക്ലിപ്പും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ മുടിയുടെ അവസ്ഥയാണ് പരിതാപകരമായിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കോന്തിടാന്ന്. സാധാരണ ഞാനിങ്ങനെ അഴിച്ചിട്ട് പോയാലും അവിടെ ചെല്ലുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മുടി മെടഞ്ഞിടാറുണ്ട്. പക്ഷെ ഇവിടെ അതിനുള്ള ഒരു സൗകര്യം ഇല്ല കേട്ടോ. സൗകര്യം ഇല്ലാന്നല്ല, തിരക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാനുള്ളൊരു ഇതില്ല. പിന്നെ അപ്പോൾ ആകെ തലവൊക്കെ വേദന എടുത്തിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കമ്മൽ സംഭവങ്ങളൊക്കെ അഴിച്ച് വെച്ച് തല ഒന്ന് നന്നായി ഹെയർ മസാജ് ചെയ്യാമെന്ന്. പുറത്ത് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു മസാജ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം അവരും ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കല്ലേ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫേസിനും കൂടി ഒരു റിലാക്സേഷൻ കൊടുക്കാം. അതിന് ഞാൻ ഐസിൻ്റെ വെള്ളം എടുത്തിട്ട്, അതായത് ഐസും കട്ട എടുത്തിട്ട് ഫേസിലൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ, 5 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ പപ്പൂസിൻ്റെ അടുത്ത് വന്നപ്പോൾ പപ്പൂസ് പിണങ്ങി കിടക്കാണ് കേട്ടോ. നിങ്ങൾ രാവിലെ പോയതല്ല, എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് തുണി മടക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ ഉണ്ണി കുളിക്കാൻ കയറിയതുകൊണ്ട് ഞാൻ ആ തുണി എടുത്ത് മടക്കി വയ്ക്കുകയാണ്. തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് 2 കൊറിയർ വന്നിരിക്കുന്നുണ്ടെന്ന്. 2 ഡ്രസ്സാണ് കേട്ടോ, 1 എനിക്കും 1 ഉണ്ണിക്കും. അമ്മ അതൊക്കെ എടുത്ത് നോക്കി സെറ്റാക്കിയതാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഇന്ന് അതെടുത്ത് നോക്കുന്നില്ല, നാളെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എന്താ, പോയി ഒന്ന് കുളിക്കാം. ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ തന്നെ പകുതി ആശ്വാസമാവും. ഹെയർ മസാജൊക്കെ കഴിഞ്ഞോടുകൂടി തലവേദനയ്ക്ക് കുറവുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അമ്മ ചപ്പാത്തി ചൂടുന്നുണ്ട്, പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ. അങ്ങനെ 2 ചപ്പാത്തിയും കുറച്ച് മീൻകറിയൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസറും പിന്നെ ലിപ് ബാമും കൂടി ഇടാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇന്ന് ഭയങ്കരമായിട്ട് ഫേസ് എന്തോ പോലെ ഇരിക്കുന്ന തന്നെ ചെയ്തതാണ്. പിന്നെ ബോഡി ലോഷനും ഇടുന്നുണ്ട് കേട്ടോ. ബോഡി ലോഷൻ ഞാൻ സ്ഥിരമായിട്ട് തയ്ക്കാറുണ്ട്. പിന്നെന്താ, കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളം എടുത്ത് 1/2 മണിക്കൂർ ഇരുന്ന് ഫോണിൽ കളിച്ചു കേട്ടോ. അതോട് കൂടിയിട്ട് എനിക്കിങ്ങനെ ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നി എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.